ലിജോ ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്ത് ഏറ്റവും പുതിയതായി പുറത്തിറങ്ങിയ മോഹൻലാൽ ചിത്രം മലൈക്കോട്ടെ വാലിബൻ ഇപ്പോൾ തിയേറ്ററുകളിൽ പ്രദർശനം തുടരുകയാണ്. LJPയുടെ ക്ലാസിക് സ്റ്റൈലാണ് ഈ സിനിമ. അമർ ചിത്രകഥയുടെ രൂപത്തിലുള്ള ഈ സിനിമ അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. മോഹൻലാൽ ആരാധകർ കുറേ നാളായിട്ട് കാത്തിരുന്നൊരു ചിത്രമായിരുന്നു മലൈക്കോട്ടെ വാലിബൻ. പക്ഷേ ആരാധകർക്ക് കൈയടിക്കാനും ആർപ്പ് വിളിക്കാനുമുള്ള രംഗങ്ങളൊന്നും ഇല്ലാത്തതിനാൽ ആരാധകർ നിരാശരായിരുന്നു. മോഹൻലാലിന് കുറേ നാളായി ചെയ്യുന്ന സിനിമകളെല്ലാം പരാജയങ്ങളാണ് തരുന്നത്. ആളുകൾ സിനിമ കാണാൻ ഇല്ലാത്തതുകൊണ്ടാണ് പരാജയങ്ങൾ സംഭവിക്കുന്നത്. ഒരു സിനിമ വിജയിച്ചില്ലെങ്കിൽ അതിന് പല കാരണങ്ങളുണ്ട്. വർഷങ്ങളായിട്ട് അഭിനയ മികവ് കൊണ്ട് താരരാജാവ് പദവി സ്വന്തമാക്കിയ താരമാണ് മോഹൻലാൽ. സിനിമ മോശമായാൽ അതിനുടനെ മോഹൻലാലിനെ പഴിക്കുന്നത് സത്യത്തിൽ തെറ്റായൊരു കാര്യമാണ്. കഥ കൊണ്ടും മേക്കിംഗ് കൊണ്ടുമൊക്കെ പല സിനിമകൾ പരാജയപ്പെടും. പക്ഷേ കഴിഞ്ഞ കുറച്ചു നാളുകളായി ലാലേട്ടൻ്റെ എല്ലാ സിനിമകളും അടുപ്പിച്ച് ഫ്ലോപ്പ് ആകുന്ന സാഹചര്യത്തിൽ കൂടുതൽ പേരും പറയുന്നൊരു കാര്യമാണ് അത് മോഹൻലാൽ സിനിമയായതുകൊണ്ടാണ് പരാജയപ്പെടുന്നതെന്ന്. സിനിമ ഇൻഡസ്ട്രിയിൽ വർഷങ്ങളുടെ അഭിനയ പാരമ്പര്യമുള്ള ലാലേട്ടനെ പോലെ ഒരാൾക്ക് അത്തരം പഴികൾ കേൾക്കുന്നത് വേദനാസഹജമായൊരു കാര്യമാണ്. മോഹൻലാൽ സിനിമയിൽ നിന്നും വിരമിക്കണമെന്നൊക്കെയുള്ള വാദങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്. ഈ പ്രായത്തിലും മമ്മൂട്ടിയെപ്പോലെ തന്നെ ആരോഗ്യം സംരക്ഷിച്ച് ചുറുചുറുക്കോടെ അഭിനയിക്കുന്ന കാര്യത്തിൽ മുൻപന്തിയിലാണ് മോഹൻലാലും. വാലിബനിലെ പരാജയം ആരാധകർക്ക് നിരാശ നൽകിയെങ്കിലും എമ്പുരാന്റെ വരവ് അതെല്ലാം മാറ്റുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം എമ്പുരാൻ സിനിമയിൽ പ്രതീക്ഷകൾക്ക് പല കാരണങ്ങളുണ്ട്. അഭിനയത്തിന്റെ കാര്യത്തിൽ ലാലേട്ടന് 100-ൽ 100 മാർക്ക് കൊടുക്കുന്ന പോലെ തന്നെ സംവിധായകനും 100-ൽ 100 മികച്ചു നിൽക്കാൻ കഴിവുള്ളയാളാണ്. പൃഥ്വിരാജ് സിനിമയിൽ, പ്രത്യേകിച്ച് പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന സിനിമയിൽ പ്രേക്ഷകർക്കൊരു വിശ്വാസമുണ്ട്. ലൂസിഫർ എന്ന ഒറ്റ സിനിമയിലൂടെ അത് തെളിയിച്ചിട്ടുമുണ്ട്. മോഹൻലാൽ ആരാധകർ എന്താണ് പ്രതീക്ഷിക്കുന്നതെന്ന് അറിയാവുന്ന സംവിധായകനാണ് പൃഥ്വിരാജ്. മാസ് രംഗങ്ങൾ കൊണ്ട് തിയേറ്റർ ആവേശം കൊള്ളുമ്പോൾ കഥ കൊണ്ട് സിനിമ മികച്ചതാക്കാനും അദ്ദേഹം ശ്രമിക്കും. അതുകൊണ്ട് വാലിബന്റെ ക്ഷീണം മോഹൻലാൽ എമ്പുരാനിൽ തീർക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.